മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് തന്നെ കരയാണ്. ലേഖയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. കുഞ്ഞിനെ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ അടക്കി പിടിച്ചിരുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. മഹി, നീ ഇങ്ങനെ കരയാതെ നമുക്ക് കുഞ്ഞിനെ കണ്ടുപിടിക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മഹിക്ക് അതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ജാനമ്മയ്ക്കാണെങ്കിൽ വളരെയേറെ സങ്കടമാകുന്നുണ്ട്. താൻ കാരണമല്ലേ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്, എന്താണെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വളരെയേറെ വിഷമിക്കുകയാണ് ജാനമ്മ. എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ കാണണം കണ്ണട്ടെ, എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തായെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ മഹി കരയുന്നുണ്ട്. അതേസമയം ലേഖ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും ലേഖയോടും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു മഹി. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ കണ്ണേട്ട എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയാണ് മഹി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ലേഖയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് കണ്ണേട്ട ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, കുഞ്ഞിനെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് താ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെടുമ്പോൾ കണ്ണനാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും സങ്കടം സഹിക്കാൻ വയ്യാതെ ആകുന്നുണ്ട്. കണ്ണേട്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടെത്താ, എനിക്കൊരു നിമിഷം പോലും എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന മാർക്കോടെയും അനന്തുവിൻ്റെയും മുമ്പിൽ ഒട്ടുപാല് ചെന്നുപെടുന്നുണ്ട്. അങ്ങനെ ഒട്ടുപാല് ഇവരെ കാണുന്നതും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ മാർക്കോയ്ക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ ഒട്ടുപാലിനെ പിറകെ പായുന്നുണ്ട്. എന്നിട്ട് ഒട്ടുപാലിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വെറുതെ ഓടിയതാണെന്ന് പറയുമ്പോൾ സത്യം പറയട, ആ കുഞ്ഞിനെ കാണാതായതിൻ്റെ പിറകിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുപാലാണെങ്കിൽ സത്യം പറയാതെ തന്നെ ഇരിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ മർദ്ദിക്കുന്നുണ്ട്. മാർക്കോയുടെ ഇടി പേടിച്ചുകൊണ്ട് ഒട്ടുപാലാണെങ്കിൽ സത്യങ്ങളെല്ലാം തന്നെ പറയുന്നു. ഇതിൻ്റെ പിറകിൽ ആ പ്രതാപൻ സാറാണെന്നും സാറ് പറഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി കുപ്പത്തൊട്ടിയിലിട്ടതെന്നെല്ലാം ഉള്ള സത്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഒട്ടുപാല്. കണ്ണനും കണ്ണൻ്റെതായ രീതിക്ക് ഒരു അന്വേഷണം നടത്താനായിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കടപ്പെട്ട് തന്നെ കണ്ണനും കുഞ്ഞിനെ അന്വേഷിച്ച് തന്നെ നടക്കുകയാണ്. ഒട്ടുപാലിൽ നിന്നും വിവരങ്ങളെല്ലാം അറിയുന്ന മാർക്കോയും അനന്തുവാണെങ്കിൽ ആ കുപ്പത്തൊട്ടിയിലോട്ട് കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അതേസമയം ഒട്ടുപാല് പറഞ്ഞ് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് തന്നെ കുഞ്ഞിനെ അന്വേഷിച്ച് മാർക്കോയും അനന്തവും എത്തുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്കായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഓടിച്ചെന്ന് നോക്കുന്നതും കുഞ്ഞിനെ അവിടെ കാണാതെയായി വളരെയേറെ വിഷമിക്കുകയാണ് ഇവർ രണ്ടുപേരും. സാറേ, കുഞ്ഞിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങോട്ട് പോയി കുഞ്ഞെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവർ വളരെയേറെ വിഷമിക്കുന്ന സമയത്ത് അനന്ത് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, എവിടെയെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും കുഞ്ഞിനെ, നമുക്ക് അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും കുഞ്ഞിനെ അന്വേഷിക്കാനായിട്ട് അവരാണെങ്കിൽ പുറപ്പെടുകയാണ്. പക്ഷേ ആ ഭിക്ഷക്കാരൻ്റെ കയ്യിൽ ഒന്നും അറിയാതെ കുഞ്ഞ് നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ അയാളാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് വരുന്നതും അയാളാണെങ്കിൽ ആ കുഞ്ഞിനെ കാണാതിരിക്കാനായിട്ട് വീണ്ടും തൻ്റെ തുണി കൊണ്ട് തന്നെ മൂടി വയ്ക്കുകയാണ്. ഇയാളുടെ പരിഭ്രമം കണ്ട് കാർ അങ്ങോട്ട് തന്നെ അടുപ്പിക്കുകയാണ് അനന്തവും മാർക്കോയും. എന്നിട്ട് അയാളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കണ്ടതും പരിഭ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ അനന്തവും മാർക്കോയും നോക്കുമ്പോഴേക്കും അത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞ് തന്നെയായിരിക്കും. അങ്ങനെ അയാളോട് കാര്യങ്ങളെല്ലാം തിരക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നിന്നാണ് കുഞ്ഞിനെ കിട്ടിയത്, അവിടെ നിന്ന് ആരും ഇല്ലാതെ കിടക്കുന്നത് കണ്ട് ഞാൻ എടുത്തോണ്ട് വന്നതാണെന്നെല്ലാം അയാൾ പറയുന്നത് കേട്ട് അനന്തവും മാർക്കോയും ആകെ ഞെട്ടി വിറയ്ക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ അയാളിൽ നിന്നും തിരികെ വാങ്ങുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.